പക്ഷേ നമ്മുടെ കേരളത്തിലെ പൊതുബോധം എന്താണ്? അങ്ങോട്ട് ചെന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെ ചെന്ന് ആക്രമിച്ച് വംശഹത്യ നടത്തിയവർ പോരാളികളാണ്, സ്വാതന്ത്ര്യത്തിന്റെ പോരാളികളാണ്, അവരാണ് നന്മയുടെ വക്താക്കൾ. പക്ഷെ പ്രതിരോധം അപരാധമല്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രതിരോധിക്കാൻ വേണ്ടി തിരിച്ചടിച്ച ഇസ്രയേല് വംശഹത്യക്കാരായി, ബെഞ്ചമിൻ നെതന്യാഹു ചെകുത്താനായി, എല്ലാമായി. ഇതാണ് പൊതുബോധം കേരളത്തിൽ ആളുകൾ ഈ രീതി എന്താണ് BJP വിരുദ്ധരാവുന്നതും സംഘപരിവാർ വിരുദ്ധരാവുന്നതും മോദി സർക്കാരിനെ എതിർക്കുന്നു. ഈ രണ്ട്, ഒന്ന് നന്മയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടി ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുക, രണ്ട് ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ വക്രീകരണത്തിന്റെ ഇരകളായി മാറുക. മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെടും. നരേന്ദ്രമോദി മുസ്ലിമുകളെ പൂർണ്ണമായിട്ടും അവരെ പുഴുങ്ങി തിന്നുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിമുകൾക്ക് ജീവിക്കാൻ അവകാശമില്ല, അവരുടെ ഭരണഘടനാ അവകാശങ്ങളെല്ലാം ലംഘിക്കുന്നു. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു പ്രത്യേക അതിഥിയാണ്. വളരെ സെൻസിറ്റീവായ, ഇന്ത്യക്കൊരു സെൻസിറ്റീവായ രാജ്യത്തു നിന്നുള്ളൊരു നമ്മുടെ ഒരു മലയാളി അതിഥിയാണ്. നിങ്ങൾ കുറെ പേർക്കെങ്കിലും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയം ഉണ്ടായിരിക്കാം. എങ്കിലും ഞങ്ങൾ അദ്ദേഹത്തെ ഈ ചർച്ചയിൽ ഒന്നുകൂടി അവതരിപ്പിക്കുകയാണ്. ബിനോജ് നായർ, കാനഡയിൽ നിന്നുമാണ് അദ്ദേഹം നമ്മോടൊപ്പം തത്സമയത്തിൽ ചേരുന്നത്. നമസ്കാരം ബിനോജ് നായർ. നമസ്കാരം. താങ്കളെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, താങ്കൾ കടുത്ത BJP RSS വിരോധിയായിരുന്നു ഒരു കാലം വരെ, അല്ലേ? അതെ. അതിന് താങ്കളുടേതായ ചില കാഴ്ചപ്പാടുകളും ന്യായങ്ങളും ഒക്കെ ഉണ്ട്, അല്ലേ? ഉണ്ട്. താങ്കൾ അങ്ങനെ കടുത്ത നരേന്ദ്രമോദി വിമർശകൻ, കടുത്ത കേന്ദ്ര സർക്കാരിന്റെ, ഇന്ത്യയിലെ ഭാരത സർക്കാരിന്റെ വിമർശകൻ, അങ്ങനെ താങ്കൾക്ക് ഒരുപാട് ന്യായങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഒരു കാലഘട്ടം എത്തിയപ്പോൾ, ഒരു ഗോൾഡൻ പീക്ക് അവറിൽ താങ്കൾ കണ്ടെത്തി എന്താണ് ഇതിലെ ഒരു മലരും പതിരുമെന്ന്. അങ്ങനെ താങ്കൾ വളരെ വ്യക്തമായിട്ട് താങ്കളുടെ നിലപാട് മാറി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ താങ്കൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്കൾക്ക് ചിലപ്പോൾ അതിൽ വിയോജിപ്പുണ്ടാകാം. പക്ഷേ എങ്ങനെയാണ് ഈ നമ്മുടെ കപട മതേതര മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയാണ് നമ്മുടെ ഭാരതത്തിന് പുറത്തുള്ള യഥാർത്ഥ ഇന്ത്യക്കാരെ, മലയാളികളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു? ഒന്ന് വിശദമാക്കാം. തീർച്ചയായിട്ടും. ഇതില് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല, പൊതുവെ ഞാൻ പറയാം എങ്ങനെയാണ്. കാരണം ഇപ്പൊ ഞാൻ മാത്രമല്ലല്ലോ, ഇങ്ങനെ ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള ഈ നാരേറ്റീവ്സിൽ വീണു പോകുന്നുണ്ട്. പ്രധാനമായിട്ട് ഞാനൊരു മനഃശാസ്ത്ര ഗവേഷകനാണ്, സൈക്കോളജിക്കൽ റീസർച്ചറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസേർച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾസിൻ്റെ ഉള്ളിൽ നിന്നിട്ട്, ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഗവേഷണം നടത്തുന്നത്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സാമൂഹിക വിഷയങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് ആളുകൾ ഒരു നിലപാടെടുക്കുമ്പോൾ അങ്ങനെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നിട്ടൊന്നും അല്ല ആളുകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ പലരും പല രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ആളുകൾ നിലപാടെടുക്കുന്നത് രണ്ട് രീതിയിലാണ് ഈ ആളുകളുടെ നിലപാടെടുക്കുന്നതിനെ ഇവർ സ്വാധീനിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുബോധത്താൽ നിയന്ത്രിക്കപ്പെടുന്ന കുറെ ആളുകളുണ്ട്. പ്രധാനമായിട്ട് ഇപ്പൊ കേരളത്തിൽ പൊതുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ പൊതുബോധം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ പൊതുബോധം നിർമ്മിക്കുന്നത് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരായിട്ടുള്ള കുറെ ചിന്തകരും കുറെ എഴുത്തുകാരും കുറെ കവികളും അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ചേർന്നിട്ടാണ്. അല്ല, അർബൻ നക്സലുകൾ നമ്മളിപ്പോൾ വിളിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്ന പണ്ട് കാലം മുതലേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ MN വിജയമാഷിനെ പോലെയുള്ള ആളുകളൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഈ രീതിയിൽ പൊതുബോധ നിർമ്മിതിയിൽ ഉണ്ടായിരുന്ന ആളുകൾ. അവരെല്ലാവരും രാജ്യദ്രോഹികളൊന്നും ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അവര് കണ്ടെത്തിയ ഒരു വഴി എന്ന് പറയുന്നത്, ഒരു ബൈനറി കണ്ടെത്തി, വെച്ചാൽ നന്മയും തിന്മയും. അതിനുവേണ്ടി അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധ്വാന വർഗത്തിനൊപ്പം നിൽക്കുന്നവര്, അല്ലെങ്കിൽ ദരിദ്രരായ മനുഷ്യര്, പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള മനുഷ്യര്, കൂലിപ്പണിക്കാര്, ഇങ്ങനെയുള്ളവരെല്ലാം നന്മയുടെ ഭാഗത്തും, ഒരല്പം അധ്വാനിച്ച് സ്വന്തം ബുദ്ധി കൊണ്ടും സ്വന്തം കഴിവുകൊണ്ടും 4 കാശുണ്ടാക്കി പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് ധനികരായിട്ടുള്ള ആളുകൾ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ, അവരെല്ലാം തിന്മയുടെ വക്താക്കളുമാണെന്നുള്ള രീതിയിലാണ് ഇവർ പൊതുബോധം നിർമ്മിച്ചു വെച്ചത്.
ബൂർഷ്വ, യെസ്, അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട വാക്ക്. ബൂർഷ്വ അധ്വാനവർഗ സിദ്ധാന്തമാണല്ലോ. അപ്പോൾ അത് ഒരു കാര്യം. അതുമാത്രമല്ല, വെളുത്തവൻ കൊള്ളരുതാത്തവൻ, കറുത്തവൻ നന്മയ്ക്കൊപ്പം നിൽക്കുന്നവൻ, അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നവൻ, നടന്നു പോകുന്നവൻ നന്മയുള്ളവൻ, ഒരു കാറിൽ പോയി കഴിഞ്ഞാൽ അവൻ തിന്മയുള്ളു, അല്ലെങ്കിൽ കാറ് നിർത്തിയിട്ട് അവൻ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അവൻ നന്മയുടെ ഭാഗത്തായി. അപ്പോൾ ആ രീതിയിൽ ഇത് എല്ലാ മേഖലകളിലും ഇതുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് നന്മയുടെ ഒരു പ്രതീകമാണ്. പക്ഷെ വികസനം വന്നു കഴിയുമ്പോൾ അത് തിന്മയാവും. ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ വരുന്ന സാധനമാണ് വികസനം. അപ്പം അങ്ങനെയുള്ളൊരു ബൈനറി ഇവർ സൃഷ്ടിച്ചു വെച്ചു. ഇതിനിടയിലേക്കാണ് ഈ ഒരു 90കളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ, ഒരു 90കളുടെ പകുതിയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ, നമ്മുടെ പിണറായി വിജയൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയ സമയത്താണ് മൂപ്പര് ഈ MN വിജയൻ മാഷും ഒക്കെ ആയിട്ട് തെറ്റി. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ KEN കുഞ്ഞു മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ കടന്നു വരുന്നത് സൈദ്ധാന്തികന്മാരായിട്ട്. അത് കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനമാണ് പിന്നീട് നമ്മൾ കണ്ടത് ഈ പൊതുബോധം നിർമ്മിക്കുന്നതിൽ. ജമാഅത്തെ ഇസ്ലാമി കടന്നു വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ ജമാഅത്തെ ഇസ്ലാമി പിന്നീട് അങ്ങോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക ഭീകരതയാണ്, കൾച്ചറൽ ടെററിസം നമുക്ക് പറയാം. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് അറിയുമോ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ, എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഇത് പലരും ചിലപ്പോൾ വിയോജിക്കുന്നവരൊക്കെ ഉണ്ടാവും, ഈ ഓൾറെഡി കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികർ നിർമ്മിച്ചു വെച്ചിരുന്ന ഈ ഒരു ബൈനറി ഉണ്ടല്ലോ, നന്മ തിന്മ, അതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടി ഇവരങ്ങ് ചേർത്തു. ഇവര് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കൂടെ വേറൊരു പുതിയൊരു ബൈനറി സൃഷ്ടിച്ചത് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും. ന്യൂനപക്ഷത്തിനൊപ്പം നിൽക്കുന്നവരെല്ലാം നന്മയുടെ ഭാഗത്ത് നിൽക്കുന്നവർ, ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്നവരെല്ലാം തിന്മ, കൊള്ളരുതാത്തവർ, ഫാഷിസ്റ്റുകൾ, ഈ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരു പൊതുബോധ നിർമ്മിതി ഇവരുണ്ടാക്കി വെച്ചു. അവിടെ മുതൽ ഒരു 90കളുടെ മധ്യം മുതൽ ഇങ്ങോട്ട് നടക്കുന്ന പൊതുബോധ നിർമ്മിതി ഈ രീതിയിലാണ്. അപ്പോൾ പുതിയ പുതിയ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സാമൂഹിക വിമർശന രംഗത്തേക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ ഇവരെല്ലാം ഈ ഒരു ബൈനറിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണം. അപ്പോൾ കൃത്യമായിട്ട് ആരെങ്കിലും തിന്മയ്ക്കൊപ്പം നിൽക്കാനായിട്ട് സാധാരണ മനുഷ്യർ ഉണ്ടാവില്ല, അല്ലേ? അവരെല്ലാവരും നന്മയ്ക്കൊപ്പം നിൽക്കാനേ നോക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ചത് മുസ്ലിമുകൾക്കൊപ്പം നിൽക്കുന്നു. മുസ്ലിമുകളുടെ ഭാഗം പറയുന്നവർ, മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെടുന്നു, നരേന്ദ്രമോദി മുസ്ലിമുകളെ പൂർണ്ണമായിട്ടും അവരെ പുഴുങ്ങി തിന്നുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിമുകൾക്ക് ജീവിക്കാൻ അവകാശമില്ല, അവരുടെ ഭരണഘടനാ അവകാശങ്ങളെല്ലാം ലംഘിക്കുന്നു എന്നുള്ള ഇതിനൊപ്പം നിന്നു കഴിഞ്ഞാൽ അവരെല്ലാം നന്മയുടെ വക്താക്കളായി മാറും. എന്നാൽ മുസ്ലിമുകളുടെ ഭീകരതയെക്കുറിച്ചോ അങ്ങനെ ഏതെങ്കിലും ഇസ്ലാമിക ഭീകരതയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അവർ തിന്മയുടെ വക്താക്കൾ, അവർ വംശീയവാദികളായി, അവർക്കൊന്നും കാരുണ്യമില്ലാത്ത മനുഷ്യർ, അങ്ങനെയുള്ള ഒരു പൊതുബോധത്തിലേക്ക് മനുഷ്യർ പോകുന്നു. നമ്മളിപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ഹമാസിനോടുള്ള നിലപാട് മാത്രം നോക്കിയാൽ മതി. ഒക്ടോബർ 7-ാം തീയതി വെറുതെ രാത്രിയിലോ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ളവര് യാതൊരു പ്രകോപനവും ഇല്ലാതെ കടന്നു കയറി ചെന്ന് ആക്രമിച്ച് കൊന്നവരാരാ? വംശഹത്യ നടത്തിയവരാരാ? ഹമാസാണ്, അല്ലേ? പക്ഷേ നമ്മുടെ കേരളത്തിലെ പൊതുബോധം എന്താണ്? അങ്ങോട്ട് ചെന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെ ചെന്ന് ആക്രമിച്ച് വംശഹത്യ നടത്തിയവര് പോരാളികളാണ്, സ്വാതന്ത്ര്യത്തിന്റെ പോരാളികളാണ്, അവരാണ് നന്മയുടെ വക്താക്കൾ. പക്ഷെ പ്രതിരോധം അപരാധമല്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രതിരോധിക്കാൻ വേണ്ടി തിരിച്ചടിച്ച ഇസ്രയേല് വംശഹത്യക്കാരായി, ബെഞ്ചമിൻ നെതന്യാഹു ചെകുത്താനായി, എല്ലാമായി. ഇതാണ് പൊതുബോധം കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊതുബോധമാണ് ഈ രീതിയിൽ മോദി സർക്കാരിനെതിരെയും BJPക്കെതിരെയും സംഘപരിവാറിനെതിരെയും നിലപാടെടുക്കാനുള്ള ഒരു കാരണം. ആളുകൾ പൊതുവെ നിലപാടെടുക്കുന്നു ഈ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനും നന്മയ്ക്കൊപ്പം നിൽക്കാനും വേണ്ടിയിട്ട്. ഇതൊന്ന്. രണ്ടാമത് ഒരു കാരണം ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാധ്യമങ്ങളുടെ വക്രീകരണം. അതായത് ഈ മാധ്യമങ്ങളെ ഡിസ്റ്റോർഷൻ എന്ന് പറയും. മാധ്യമങ്ങളെ സത്യത്തെ വക്രീകരിക്കുക, പ്രൊപ്പഗാൻഡ ആയിട്ട്, ഒരു പ്രൊപ്പഗാൻഡ വെഹിക്കിളായിട്ട് മാധ്യമങ്ങളെല്ലാം മാറുന്നു. ഇങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള നമ്മൾ സാധാരണ പറയുന്നുണ്ടല്ലോ, ഈ മതേതര, പുരോഗമന, ജനാധിപത്യ, വർഗ, ബഹുജന, ഫാഷിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ എന്ന് പറയുന്നവരെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നത് വക്രീകരണമാണ്. ഇതിൽ ഞാൻ കുറച്ചൊരു ആർട്ടിസ്റ്റിക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വര വരയ്ക്കുന്നെന്ന് കരുതുക. ഈ വര വരയ്ക്കുന്ന ഈ വരയെ ഇല്ലാതാക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ വരയെ അസാധുവാക്കി കളയാനായിട്ട് 2 വഴികളുണ്ട്. ഒന്നുകിൽ ഈ വരയെ നമുക്ക് മായ്ച്ചു കളയാം, അല്ലെങ്കിൽ ഈ വരയുടെ ഇപ്പുറത്ത് കുറച്ചുകൂടി വലിയൊരു വര വരയ്ക്കുക. അപ്പം ഈ ആദ്യത്തെ വര അപ്രസക്തമാവും. ഇത് രണ്ടും മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്.
ചെറിയ 2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഞാനത് വ്യക്തമാക്കി തരാം. ഒന്നാമത്തത് ഈ വരയെ മായ്ച്ചു കളയുന്ന പരിപാടി. കശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യം എടുത്തോളൂ. കശ്മീരി പണ്ഡിറ്റുകൾ ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അല്ലേ? തീർച്ചയായും ഞാൻ പറയുന്നു, ഈ കശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കശ്മീരിൽ പണ്ഡിറ്റുകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ള സത്യം പോലും അവർക്ക് മനസ്സിലാവില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അതൊരു ഫിക്ഷൻ ആണെന്ന് കുറച്ച് കഴിയുമ്പോൾ, ഒരു 30 വർഷം കൂടെ കഴിയുമ്പോൾ ഇവർ ചരിത്രം മാറ്റും. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാവും. ഈ കശ്മീർ ഫയൽസ് വന്ന സിനിമ വന്നതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലേ? നമ്മൾ ഗുജറാത്തിനെ കുറിച്ച് എത്രയോ കവിത എഴുതുന്നു, എത്രയോ കഥകൾ എഴുതുന്നു, എത്രയോ ഡോക്യുമെന്ററി എടുത്തുന്നു. കശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ ഈ ചരിത്രത്തെക്കുറിച്ച് ശരിക്കും എന്താണ്, ഈ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന പണ്ഡിറ്റുകൾ തൊട്ടടുത്ത അയൽക്കാരായ മുസ്ലിമുകൾ, ഈ തൊട്ടടുത്തുള്ള അയൽക്കാരായ പണ്ഡിറ്റുകളെ ശരിക്കും തീവ്രവാദികൾക്ക് ഇട്ടുകൊടുക്കുക ചെയ്യുന്നു, അല്ലേ? ശരിക്കും ആ രീതിയിലുള്ള സംഘടിതമായിട്ടുള്ള ഒരു ഇതായിരുന്നു. അതില് രാഹുൽ പണ്ഡിത്ത എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അവർ മൂൺ ഹാസ് ബ്ലഡ് ക്ലോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ വായിച്ചുള്ള പുസ്തകമാണ്. അതിനകത്ത് കൃത്യമായിട്ട് അയാൾക്ക് 14 വയസ്സുള്ളപ്പോൾ അയാളുടെ കുടുംബത്തിനോടൊപ്പം പലായനം ചെയ്തു പോകേണ്ടി വന്ന ആളാണ് ഇയാൾ. പക്ഷെ ഇയാൾ സ്വന്തം ഒരു കശ്മീരി പണ്ഡിറ്റ്, ഒരു ഹിന്ദു സ്വന്തം അഭിപ്രായം, അല്ലെങ്കിൽ സ്വന്തം അനുഭവം എഴുതിയപ്പോൾ ഉടനെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ വൈറ്റ് വാഷ് ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, അവർ സടകുടഞ്ഞ് എഴുന്നേറ്റു ഇതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വര മാച്ച് കളയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനുവേണ്ടി ഇറങ്ങി. അനുരാധ ഭസീൻ എന്ന് പറയുന്ന കശ്മീർ ടൈംസിന്റെ മാധ്യമപ്രവർത്തക, അതിന്റെ എഡിറ്ററാണ്. അവരുടെ അച്ഛൻ വേദ് ഭസീൻ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഫിഗറാണ്, മൂപ്പരായിരുന്നു പണ്ട് എഡിറ്റർ. ഇപ്പൊ അനുരാധ ഭസീൻ ഇതിനെക്കുറിച്ച് ഉടനെ തന്നെ ഒരു റിവ്യൂ എഴുതി, രാഹുൽ പണ്ഡിത്ത ഇതിനെ വളരെയധികം സെൻസേഷനലൈസ് ചെയ്യുന്നു, ഇങ്ങനെയൊന്നും സംഭവമൊന്നും ഉണ്ടായിട്ടില്ല, ഇത് തീവ്രവാദികൾ മാത്രമാണ് ചെയ്തത്, സാധാരണ മുസ്ലിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവര് ഇത്. ഈ അനുരാധ ഭസീൻ ആരാള്? ആടുകൾ 370 എടുത്തു കളഞ്ഞ നരേന്ദ്രമോദി സർക്കാർ എടുത്തു കളഞ്ഞത് കശ്മീരിനോട് ചെയ്ത വഞ്ചനയാണ്, അവിടെ ജനാധിപത്യമില്ല, അവിടുത്തെ കശ്മീരികളുടെ ഭരണഘടനാവകാശങ്ങളെല്ലാം മോദി സർക്കാർ ലംഘിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകം എഴുതിയ ആളാണ്. പുസ്തകത്തിന്റെ പേര് എനിക്ക് ഞാൻ വായിച്ചിട്ടുള്ള ബുക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എസ്റ്റേറ്റ് ഡിസ്മാന്റിൽഡ് എന്ന് പറഞ്ഞിട്ട്, എസ്റ്റേറ്റ് ഡിസ്മാന്റിൽഡ് എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയ അതാണ് ആള്. അപ്പൊ നോക്കൂ, ഒരു ഹിന്ദു, അയാളുടെ, നമ്മളെല്ലാവരും അറിയുന്ന കാര്യമാണ് കശ്മീരി പണ്ഡിറ്റുകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച്, അവർക്കെതിരെ ഉണ്ടായ ആക്രമണം. എന്നിട്ട് പോലും ആ വരയെ മായ്ച്ചു കളയാനായിട്ട് എത്ര കൃത്യമായിട്ട് ഇവർക്ക് സാധിച്ചെന്ന് നോക്കൂ. ഇനി ഞാൻ അധികം സമയം എടുക്കാതെ ഈ വരയ്ക്കിപ്പുറം ഒരു വലിയ വര വരച്ചിട്ട് ഈ ആദ്യത്തെ വരയെ അപ്രസക്തമാക്കുന്ന അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിന് ഗുജറാത്തിന്റെ സംഭവം എടുത്താൽ മതി. ആദ്യം നടന്നത് ഗുജറാത്ത് അല്ലല്ലോ, ആദ്യം നടന്നത് ഗോധ്രയാണ്, അല്ലേ? പക്ഷേ ഗോധ്രയെ കുറിച്ച് ഗുജറാത്തിനെക്കുറിച്ച് എത്രയോ പുസ്തകങ്ങൾ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഗോധ്രയെ കുറിച്ച് ഏതെങ്കിലും ഒരു പുസ്തകം ആരെങ്കിലും എഴുതിയായിട്ട് ഓർമ്മയിലുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും ഓർമ്മയിലുണ്ടോ? വളരെ പ്രയാസമായിരിക്കും. ആരെങ്കിലും ഒക്കെ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും പുറത്താരും കണ്ടിട്ടില്ല. ഈ ഗോധ്ര സംഭവം നടന്നു കഴിഞ്ഞപ്പോ, ആദ്യം നടന്ന അതാണല്ലോ, ആ ഗോധ്ര സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ കൃത്യ ഗോധ്രയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗുജറാത്ത് കലാപത്തിന് ഈ പറയുന്ന പ്രൊപ്പഗാൻഡ, ഈ പറയുന്ന ഈ ഹൈപ്പ് മുഴുവൻ കൊടുത്തിട്ടുള്ളത്. ഗോധ്രയിൽ കൃത്യമായിട്ട് എന്താ നടന്നതെന്ന് നമുക്കറിയാം. ഞാൻ ഇതിനെക്കുറിച്ച് ഗോധ്രയുടെ പിന്നിലുള്ള സംഘപരിവാറിന്റെ ബുദ്ധി ആയിരിക്കും എന്നൊക്കെ ധരിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ സുപ്രീം കോടതിയുടെ SITയുടെ ഫൈൻഡിങ്സ് ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു ഭീകര ഒരു ആക്രമണമായിരുന്നു എന്നുള്ള കാര്യം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ SIT അതൊന്ന്. രണ്ടാമത് നാനാവതി കമ്മീഷൻ ഇത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന UPA സർക്കാർ, കോൺഗ്രസിന്റെ UPA സർക്കാർ UC ബാനർജി കമ്മീഷനെ വെച്ചിട്ട്, ലാലു പ്രസാദ് യാദവ് അന്ന് റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ UC ബാനർജി കമ്മീഷനെ വെച്ചിട്ട് അത് വെറുതെ ആക്സിഡന്റൽ ഫയർ ആയിരുന്നു, അപകടം മൂലം ഉണ്ടായ തീപിടുത്തമാണെന്ന് പറഞ്ഞു. നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ, മൂപ്പരുടെ ഒരു കൺസേൺസ് സിറ്റിസൺസ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞ് മൂപ്പര് ഒരു അന്വേഷണം നടത്തി. വളരെ വിചിത്രമായ കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് അതിൽ നടത്തിയത്, കണ്ടെത്തല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്തിക്കരിഞ്ഞ ഈ കർഷകരുടെ മൃതശരീരങ്ങളുടെ ഇടയിൽ അവർ കണ്ടെത്തിയത് അരി, അതുപോലെ കുരുമുളക്, പച്ചമുളക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കത്തിക്കരിഞ്ഞു കിടക്കുന്നു എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർ എന്തോ മണ്ണെണ്ണ സ്റ്റൗ വെച്ചിട്ട് അവിടെ എന്തോ കഞ്ഞിയും കറിയൊക്കെ വയ്ക്കുകയായിരുന്നു, അതിനിടയ്ക്ക് തീപിടുത്തം ഉണ്ടായതാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഫോറൻസിക് എക്സാമിനേഷൻ വന്ന് ഫോറൻസിക് റിസൾട്ട്സ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അരിയില്ല, മണ്ണെണ്ണയില്ല, കുരുമുളകും ഇല്ല, സാമ്പാറും ഇല്ല, ഒന്നുമില്ല.
നോക്കൂ, ഈ രീതിയിലാണ് പല രീതിയിലുള്ള വക്രീകരണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അപ്പോൾ ആ ഗോധ്ര അതൊരു കൂട്ടക്കൊലയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഗുജറാത്ത് ഈ പറയുന്ന ഗോധ്രയെ പറ്റി പുസ്തകം എഴുതാത്ത എല്ലാവരും ഗുജറാത്തിനെ പറ്റി പുസ്തകം എഴുതി. ഇപ്പൊ ഇവിടെ എന്റെ ബുക്ക് ഷെൽഫിൽ തന്നെ ഇരിപ്പുണ്ട് പുസ്തകങ്ങൾ. ഒന്ന് റാണ അയ്യൂബിന്റെ അനാറ്റമി ഓഫ് എ കവർ അപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. കൃത്യമായിട്ട് നരേന്ദ്രമോദി തന്നെ ആസൂത്രണം ചെയ്ത കലാപമാണ്. നരേന്ദ്രമോദി സർക്കാരിന് അന്നത്തെ ഗുജറാത്തിലെ സർക്കാരിന്റെ ഭാഗമായിരുന്ന അതിലെ മന്ത്രിയായിരുന്ന ഡോക്ടർ മായാ കോട്നാനി ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങിയ ആയുധങ്ങൾ ഈ ഹിന്ദു തീവ്രവാദികൾക്ക് സപ്ലൈ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ ഡ്രമാറ്റിക് ആയിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ലോകം മുഴുവൻ പ്രശസ്തമായതാണ് റാണ അയ്യൂബിന്റെ പുസ്തകം. അതുപോലെ രേവതി ലോൽ എന്ന് പറയുന്ന അവരുടെ അനാറ്റമി ഓഫ് ഹെയ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത എൻ്റെ ഒരു സുഹൃത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്താണ് വെറുപ്പിന്റെ ശരീരശാസ്ത്രം എന്ന് പറഞ്ഞിട്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഈ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന തലേ ദിവസം വരെ വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന മുസ്ലിമിനെ ഹിന്ദുക്കൾ ചെന്ന് ആക്രമിച്ചു കൊന്നു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു കാര്യം ശ്രദ്ധിക്കണം. കശ്മീരിന്റെ കാര്യത്തിൽ ശരിക്കും സംഭവിച്ചത് തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന പണ്ഡിറ്റുകളെ മുസ്ലിമുകൾ ഒറ്റുകൊടുത്ത് തീവ്രവാദികളെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. പക്ഷെ ആ സംഭവത്തിനെ ഇവർ വൈറ്റ് വാഷ് ചെയ്തു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നവർ തന്നെ ഗുജറാത്ത് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന മുസ്ലിമിനെ ഹിന്ദുക്കൾ കൊന്നുകളഞ്ഞു എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ഇവർ നേരറ്റീവ് കൊണ്ടുവരികയാണ്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടാതെ വേറെ സിദ്ധാർത്ഥ് വരദരാജൻ, നമ്മുടെ വയറിന്റെ സിദ്ധാർത്ഥ് വരദരാജൻ ഉൾപ്പെടെ ധാരാളം പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഗോധ്ര എന്ന് പറയുന്ന ചെറിയ വരയെ അപ്രസക്തമാക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ മായ്ച്ചു കളയാനായിട്ട് ഇവരെന്ത് ചെയ്തു? ഗുജറാത്ത് എന്ന് പറയുന്ന വലിയൊരു വര വരച്ചു. ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് രീതിയിലാണ് ആളുകൾ ഈ രീതി എന്താണ് BJP വിരുദ്ധരാവുന്നതും സംഘപരിവാർ വിരുദ്ധരാവുന്നതും മോദി സർക്കാരിനെ എതിർക്കുന്നു. ഈ രണ്ട്, ഒന്ന് നന്മയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടി ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുക, രണ്ട് ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ വക്രീകരണത്തിന്റെ ഇരകളായി മാറുക. ഇതാണ് എന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ താങ്കളുടെ കാര്യത്തിൽ പറയുന്നത് ഇതൊരു മാധ്യമങ്ങൾ നമുക്കപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കണ്ണടച്ചങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഓരോരോ കാര്യങ്ങളും, അല്ലെ? ഈ നടക്കുന്ന നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന ഓരോരോ വിഷയങ്ങളും. പിന്നെ തീർച്ചയായിട്ടും ഇതൊരു അജണ്ടയുടെ ഭാഗമാണല്ലോ. ഈ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ, പലയിടത്തുനിന്നും പല രീതിയിലും ഇവർക്ക് ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഇന്ത്യ വിരുദ്ധ അജണ്ട. ഇപ്പൊ ജോർജ് സോറോസ്, അതുപോലെ മറ്റേ ഇവരുണ്ടല്ലോ റോക്ക് ഫെല്ലർ ബ്രദേഴ്സ്, ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനായിട്ട്, എന്ന് വെച്ചാൽ അസ്ഥിരപ്പെടുത്തുക ഭീകരാക്രമണം മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യയിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണമുണ്ട്. ഇത്രയും കാലം എങ്ങനെയായിരുന്നു നമുക്കറിയാമല്ലോ. രാജീവ് ഗാന്ധിയുടെ സർക്കാർ കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥിരതയുള്ള ഒരു ഭരണം ഉണ്ടായിട്ടില്ല, അല്ലെ? എല്ലാം ഈ ഞാണുമായി കളി പോലെയായിരുന്നു. സ്ഥിരതയുള്ള ഭരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വളരെ പ്രധാനമാണ്. ഈ സ്ഥിരതയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടത്തുന്നത്. അതിലെല്ലാം വേണമെങ്കിൽ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. കോൺഗ്രസിന് ഇതിനെല്ലാം പങ്കുണ്ട്. കാരണം ജോർജ് സോറോസിന്റെ പണം നമ്മുടെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ അടിത്തറ തകർക്കാനൊക്കെ വ്യക്തമായിട്ട് UPA സർക്കാരിന്റെ കാലത്ത് തന്നെ പണമിറക്കി കളിക്കുകയാണെന്നൊരു ആരോപണം ഇന്ത്യക്കാർ അന്ന് തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓരോ വിഷയങ്ങളിലും നിസ്സാരം നമ്മുടെ നീറ്റ് UG പരീക്ഷ അട്ടിമറി വരെ ആ സോറോസിന്റെ അട്ടിമറിയാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. നീറ്റിൽ എങ്ങനെയാണ് സൊറോസ് അട്ടിമറിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രധാനമായിട്ടും വരുന്നത് ഈ ഭരണസ്ഥിരത, അതിനെ അട്ടിമറിക്കുക, സ്ഥിരതയുള്ള ഭരണത്തെ അട്ടിമറിക്കുക. വേറൊരു വലിയൊരു ഭീഷണി ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവാഞ്ചലിസ്റ്റ് ലോബിയാണ്. ഇവാഞ്ചലിസ്റ്റ് ലോബി ഭാരതത്തിന് പുറത്തുനിന്ന് ധാരാളം പണം ഇന്ത്യയിൽ ഒഴുക്കുന്നുണ്ട്. UPA സർക്കാരിന്റെ സമയത്ത് അവർക്ക് കൈ അഴിച്ച് സഹായം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. UPA സർക്കാരിൽ ഇവർക്കുള്ള താല്പര്യം എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പൊ മോദി സർക്കാർ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ മുന്നിൽ വന്ന ഇന്റലിജൻസിന്റെ ആദ്യത്തെ ഫയൽ എന്ന് പറയുന്നത് ഈ കൺവേർഷൻ മാഫിയ, ഈ ഇവാഞ്ചലിസ്റ്റ് മാഫിയക്ക് കിട്ടുന്ന പണം എങ്ങനെയെങ്കിലും പണത്തിന്റെ ഒഴുക്ക് തടയണം എന്നുള്ളതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അന്ന് തുടങ്ങിയതാണ് ഈ FCRA എന്ന് പറയുന്ന പരിപാടി. അന്ന് തുടങ്ങി, ഇപ്പോഴാണ് പ്രാവർത്തികമായത്. നോക്കൂ, എത്ര കാലമായി നോക്കൂ ഒരു സർക്കാരിന്റെ തീരുമാനം ഒന്നും നടപ്പിൽ വരുത്തണമെങ്കിൽ, എന്നിട്ട് അതിനെ അനുവദിക്കുന്നുണ്ടോ? പക്ഷേ അനുവദിച്ചില്ലെങ്കിൽ ഇനി അത് നടത്തും.
മാർക്കോ റൂബിയോ നേരെ ഡൽഹിയിൽ വരാതെ കൽക്കത്തയിൽ വന്നതിന് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? അവിടെ വന്ന് ക്രൈസ്തവ സഭകളെ കണ്ട് ചർച്ച നടത്തുക, FCRA തിരിച്ചു കൊണ്ടുവരുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു അല്ലെ? യെസ്, മാർക്കോ റൂബിയോ വരുന്നതിന് മുമ്പായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു MP, ആ അങ്ങേരുടെ പേരെനിക്ക് ഞാൻ മറന്നുപോയി, പേരെനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അദ്ദേഹം അവിടുത്തെ ഇതിന്റെ കോൺഗ്രസ് അംഗമാണ്. അദ്ദേഹം കൃത്യമായിട്ട് കത്തയച്ചിരുന്നു, മാർക്കോ റൂബിയോയ്ക്ക് കത്തയക്കുന്നുണ്ട്. ഇന്ത്യയിൽ ക്രൈസ്തവ മിഷണറിമാർക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കണം. FCRA റെഗുലേഷൻ, ഈ പറയുന്ന അമെൻമെന്റ് ബില്ല് പാസ്സാവാതിരിക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് മേൽ സ്വാധീനം ചെലുത്തണം എന്ന് പറഞ്ഞ് കത്തയച്ചിട്ടുണ്ട്. അതിപ്പോ ആ കോൺഗ്രസ്മാന്റെ വെബ്സൈറ്റിൽ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വളരെ ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യ മുഴുവൻ ഈ ഇവാഞ്ചലിസ്റ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ വിജയ് എങ്ങനെ അധികാരത്തിൽ വരും നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. വിജയുടെ PR ഏജൻസി നോക്കിയിരുന്ന ആ വ്യക്തി പോലും ഒരു വ്യക്തമായ ആന്ധ്ര സ്വദേശിയായ ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ പ്രമുഖ വക്താവാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ചർച്ച ചെയ്തിരുന്നു. വിജയ് തന്റെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാറിലെ ഒരു തുള്ളി വെള്ളം പോലും കേരളത്തിന് കൊടുക്കില്ല, മുല്ലപ്പെരിയാറിന്റെ ഡാം വീണ്ടും നിർമ്മിക്കാൻ, ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കാൻ അനുവദിക്കില്ല, ലക്ഷ്യം നമ്മുടെ ശബരിമലയെ തകർക്കുക എന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ദുഃഖകരമായ വസ്തുത അത് തന്നെയാണ്. ശബരിമലയിലേക്ക് തമിഴ്നാട്ടിലെ അയ്യപ്പന്മാർ വരുന്നത് തടയണം. കാരണം അവിടെ ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പിന്റെ ആ കൺവേർഷൻ പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിൽ വ്യാപകമായി മുഖ്യമന്ത്രി വിജയ് അധികാരത്തിൽ വന്നു നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ഒക്ടോബർ നവംബർ മണ്ഡല സീസൺ ആരംഭിക്കുമ്പോൾ ഇവർ കൂട്ടത്തോടെ മാലയിട്ട് കേരളത്തിലേക്ക് വരുന്നു, ശബരിമലയിലേക്ക്. അതൊട്ടും സഹിക്കുന്നില്ല. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ശക്തമായി അവർക്ക് പിന്തുണയുണ്ടെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. 2002 താങ്കൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, 2002 ജയലളിത തമിഴ്നാട്ടിലെ AIADMK വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. അതിനുശേഷം ജയലളിത അവിടെ മതം മാറ്റ നിരോധന ബില്ല് കൊണ്ടുവന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻ തടയുന്ന ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു. വലിയ രീതിയിലുള്ള ഒച്ചപ്പാടും ബഹളവും എല്ലാം ഉണ്ടായി. അമേരിക്കയിൽ വരെ എത്തി ആ സംഭവം. എന്നിട്ട് ഹിലറി ക്ലിന്റൺ, അന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ഹിലറി ക്ലിന്റൺ ഇന്ത്യയിൽ വന്ന് ഈ മാർക്കോ റൂബിയോ മദർ തെരേസയുടെ ഇങ്ങോട്ട് പോയ പോലെ, മിഷണറീസ് ഓഫ് ചാരിറ്റി പോയ പോലെ നേരെ വന്നത് മദ്രാസിലാണ് ജയലളിതയെ കാണാനായിട്ട്. ആര്? ഹിലറി ക്ലിന്റൺ. അന്ന് വന്നിട്ട് ജയലളിതയോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മതം മാറ്റ നിരോധന ബില്ല് ഒരു കാരണവശാലും പാസ്സാക്കരുത്. പക്ഷെ ജയലളിത സമ്മതിച്ചില്ല. പക്ഷേ അതിനുള്ള തിരിച്ചടി 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AIADMK അടപടലം പൊളിഞ്ഞുപോയി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതോടുകൂടി ജയലളിത പേടിച്ചു പോയി. അങ്ങനെ ഈ ബില്ല് കൊണ്ടുവരാനുള്ള പദ്ധതി ഉപേക്ഷിച്ചു. ഇതാണ് ഇവരെത്രമാത്രം പവർഫുൾ ആണ് ഈ ലോബി എന്നുള്ളത് ചിന്തിച്ചാൽ മതി. നമ്മൾ പറയുമ്പോൾ ഈ പറയുമ്പോഴാണ് ഇന്ത്യയിൽ 2% ക്രിസ്ത്യാനികൾ പാവം, ആകെ 2% ഞങ്ങളെ എന്തിനാ വേട്ടയാടുന്നതെന്ന് ചോദിക്കുന്നത്. ഈ 2% എന്ന് പറയുന്ന കടലാസിലുള്ളതാ. ബാക്കി 8-10% കടലാസിലില്ല, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് അല്ലേ. ഇന്നിപ്പോ ഇന്ത്യയിലെ കൃത്യമായിട്ട് കണക്കെടുത്ത് കഴിഞ്ഞ ഒരു 10%-നടുത്ത് ക്രിസ്ത്യൻസ് ഉണ്ട്, 2% ഒന്നും അല്ല. അപ്പോ അവരുടെ ഞാൻ പറയുന്നത് അവരുടെ ആ ലോബി എത്രമാത്രം പവർഫുൾ ആണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്തായാലും നമ്മൾ ഇനിയും അങ്ങോട്ട് ഇതേപോലുള്ള വലിയ വെല്ലുവിളികൾ നേടേണ്ടി വരും അല്ലേ? എന്തായാലും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ. എന്തായാലും ഇത്രയും നേരം വിവരങ്ങൾ നൽകി നമ്മോടൊപ്പം, പ്രേക്ഷകർക്കൊപ്പം വിവരങ്ങൾ നൽകിയതിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങ് കാനഡയിലാണെന്ന് അറിയാം. വളരെ ഏതാണ്ട് കനത്ത വെല്ലുവിളി, ഓരോ ഭാരതീയനും അവിടെ ജീവിക്കുന്നത് കടുത്ത വെല്ലുവിളികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹികപരമായിട്ടും ഒക്കെ എന്നറിയാം. പക്ഷെ നല്ലൊരു രാജ്യമാണ്. എങ്കിലും കാനഡയിൽ നിന്നും കൂടുതൽ ഭാരതത്തെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് അറിയാൻ സന്തോഷമുണ്ട്. എന്തായാലും കാണാം മറ്റൊരു വീഡിയോ. നമുക്ക് വീണ്ടും അടുത്ത തവണ വീണ്ടും കാണാം. സന്തോഷം. താങ്ക് യു.